പാക് അധീന കാശ്മീർ എന്ന POK വർഷങ്ങളായി ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിലുള്ള തർക്ക വിഷയം. ഇന്ത്യ മാനുഷിക മൂല്യങ്ങൾക്ക് ഏറെ വില കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ POK ഇന്ത്യ തിരിച്ചുപിടിക്കണമെന്ന് അവിടുത്തെ ഭൂരിഭാഗം ജനങ്ങളും ആഗ്രഹിക്കുന്നു. മേഖലയിലെ പട്ടിണിയും പാക് സർക്കാരിന്റെ അനാവശ്യ നിയന്ത്രണങ്ങളും നികുതി വർധനവുമൊക്കെ ചേർന്ന് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നതാണ് POKയിലെ ജീവിതം. പ്രതിഷേധങ്ങളുടെ എല്ലാം ആവശ്യം ഒന്നു മാത്രം: പാക് സർക്കാരിന്റെ അനാവശ്യ ഇടപെടലുകൾ അവസാനിപ്പിക്കണം. ഭൂമി ഇന്ത്യക്ക് തിരിച്ചു കൊടുക്കണം. ഇത് പലപ്പോഴും തെരുവ് യുദ്ധത്തിലേക്കും നിരപരാധികളായ ജനങ്ങളുടെ മരണത്തിലേക്കുമാണ് എത്തിച്ചേരുന്നത്. POK വിഷയത്തിൽ മുൻ സർക്കാരുകൾ മൗനം പാലിച്ചിരുന്നു. ഇതിൽ നിന്ന് വ്യത്യസ്തമായി മോദി സർക്കാർ എത്തിയതോടെ POK തങ്ങളുടേതാണെന്നും അത് ഉറപ്പായും തിരിച്ചുപിടിക്കുമെന്നും പ്രഖ്യാപിച്ചു. അതിന് തെളിവാണ് പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെയുമൊക്കെ പ്രസ്താവനകൾ. തിരഞ്ഞെടുപ്പിലുടനീളം ഇത്തരം പ്രസ്താവനകൾ നമ്മൾ കണ്ടതുമാണ്. എന്നാൽ അത് വെറും പ്രസ്താവനകളായിരുന്നില്ല എന്നതാണ് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നത്. മോദി സർക്കാരിന്റെ തുടർഭരണം പ്രവചിച്ചതിന് പിന്നാലെ പാകിസ്ഥാൻ തങ്ങളുടെ നിലപാട് തിരുത്തി രംഗത്തെത്തിയിരിക്കുകയാണ്. പാക് അധീന കാശ്മീർ നിയമപരമായും ഭരണഘടനാപരമായും തങ്ങളുടേതല്ലെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ. പാക് അധീന കാശ്മീർ അഥവാ POK ഒരു വിദേശ പ്രദേശമാണെന്ന് ഇസ്ലാമാബാദ് ഹൈക്കോടതിയിലാണ് പാകിസ്ഥാൻ സർക്കാർ തുറന്ന് സമ്മതിച്ചിരിക്കുന്നത്. പ്രാദേശിക കാശ്മീരി കവിയും മാധ്യമപ്രവർത്തകനുമായ അഹമ്മദ് ഫർഹാദ് ഷായെ തട്ടിക്കൊണ്ടുപോയ കേസിന്റെ വാദം കേൾക്കുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം നിർണായകമായ തുറന്നു പറച്ചിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കാശ്മീരി കവി ഫർഹാദ് POKയിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണെന്നും വിദേശ ഭൂമിയായതിനാൽ ഹാജരാക്കാൻ കഴിയില്ലെന്നും പാകിസ്ഥാൻ സർക്കാരിന്റെ അഭിഭാഷകനാണ് ഇസ്ലാമാബാദ് ഹൈക്കോടതിയെ അറിയിച്ചത്. POK പാകിസ്ഥാന്റെ അധികാര പരിധിയിൽ വരുന്നതല്ലെന്നും അഭിഭാഷകർ പറഞ്ഞു. ഇതിൽ കൂടുതൽ POK വിഷയത്തിൽ പാകിസ്ഥാൻ എന്ത് തെളിവാണ് നൽകേണ്ടതെന്നാണ് ഇന്ത്യയുടെ സൗഹൃദ രാജ്യങ്ങളും ചോദിക്കുന്നത്. 1947 ഇന്ത്യ വിഭജനത്തിന് ശേഷം കാശ്മീരിലെ രാജാവായിരുന്ന മഹാരാജ ഹരിസിംഗ് ജമ്മു കാശ്മീർ ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷൻ ഒപ്പുവെച്ചിരുന്നു. അതുവഴി ജമ്മു കാശ്മീർ എന്ന രാജഭരണ പ്രദേശം ഇന്ത്യ യൂണിയനിൽ ചേർന്ന് ഇന്ത്യയുടെ പരമാധികാരം അംഗീകരിക്കുകയാണ് ചെയ്തത്. ഇന്ത്യയിലെ എല്ലാ നാട്ടുരാജ്യങ്ങളും ഇതേ ഉടമ്പടിയിൽ ഒപ്പുവെച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ഭാഗമായത്. അതായത് ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷൻ പ്രകാരം ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനവും പോലെ ഒരു സംസ്ഥാനം മാത്രമാണ് ജമ്മു കാശ്മീർ. എന്നാൽ 1947 ഒക്ടോബറിൽ പാകിസ്ഥാൻ സൈന്യം ഗോത്രവർഗക്കാരെ സംഘടിപ്പിച്ച് ഒരു കലാപം സംഘടിപ്പിക്കുകയും മഹാരാജ ഹരിസിംഗിനെ ആക്രമിക്കുകയും ചെയ്തു. ഇതിനെതിരെ ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിക്കുകയും പാക് അധീന കാശ്മീർ തിരിച്ചുപിടിക്കുന്നതിന്റെ വക്കിലെത്തുകയും ചെയ്തു. ആ സമയത്ത് ബ്രിട്ടീഷ് പ്രതിനിധിയായ മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ നിർദ്ദേശപ്രകാരം നെഹ്റു കാശ്മീർ പ്രശ്നം ഐക്യരാഷ്ട്രസഭയിലേക്ക് കൊണ്ടുപോവുകയും വെടിനിർത്തൽ കരാർ നിലവിൽ വരികയും ചെയ്തു. ഈ വെടിനിർത്തൽ കരാർ ഇല്ലാതിരുന്നുവെങ്കിൽ ഇന്ത്യൻ സൈന്യം മുഴുവൻ കാശ്മീരും തിരിച്ചുപിടിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ പാക് അധീന കാശ്മീർ തങ്ങളുടെ ഭാഗമല്ലെന്ന് പാകിസ്ഥാൻ സർക്കാർ തന്നെ തുറന്നു പറഞ്ഞതോടെ POK ഇന്ത്യയുടെ ഭാഗമാണെന്ന് ഉറപ്പായിരിക്കുകയാണ്.